ഹായ്. അപ്പോ ഞങ്ങളുടെ കുറെ നാളത്തെ ആഗ്രഹമാണ് സൺറൈസ് കാണാൻ പോണം. സിഡ്നിയിൽ എന്താ പറയാ കുറെ സൺറൈസ് സ്പോട്ട്സ് ഉണ്ട്. ഞങ്ങൾ പോവാറില്ല. ബേസിക്കലി രാവിലെ എണീക്കാനുള്ള മടി കാരണം എന്താ പറയാ ലീവ് ഡേയ്സ് രാവിലെ എണീക്കാന്ന് പറഞ്ഞാൽ അത്യാവശ്യം മടിയുള്ള കേസാണ് നമുക്കല്ല. നമ്മൾ പോകുന്ന സ്ഥലം സ്പിറ്റ് ടു മാൻലി വാക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഈ സ്പിറ്റ് ടു മാൻലി എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ ഒരു ഭയങ്കര നോർത്തേൺ ബീച്ചസ് എന്ന് പറയും. ഇവിടുത്തെ ഒരു അത്യാവശ്യം പോഷ് ഏരിയ ആണ്, പോഷ് സബാബാണ്. അപ്പൊ അങ്ങോട്ട് പോയിട്ട് ആ വാക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഇന്ന് തിരിച്ചു വരും. ഇന്നത്തെ പ്ലാൻ അതാണ്. ഇതാണ് നമ്മളിപ്പോ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് പോവാന്ന് വിചാരിച്ചത്. പക്ഷെ ഇതൊക്കെ ഓൾറെഡി വന്നു തുടങ്ങി. നെറ്റ് നോക്കിയപ്പോൾ 6:21 ആണ് സൺറൈസ് ഉണ്ടായിരുന്നത്. പക്ഷെ ഫോർ സം റീസൺ 6 ആകുമ്പോഴത്തേക്കും ഓൾറെഡി സൺറൈസ് ആയിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് ഫൈൻ. അവിടെ ചെന്നിട്ട് ബാക്കി നോക്കാം. ഇതുപോലത്തെ കുറേ സൈക്കിൾ ചെയ്യുന്ന ആളുകളെ നമുക്ക് ഇങ്ങനെ ഫ്രണ്ടിൽ കാണാം. അത് ഇവർക്ക് സൈക്ലിംഗ് ശരിക്കും റോട്ടിൽ കൂടെ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. സൈക്ലിംഗ് ട്രാക്ക് ഉള്ളിടത്ത് അതിൽ കൂടെ പോകണം, അല്ലാത്ത പക്ഷം റോട്ടിൽ കൂടെ പോവാം. ഇത് എന്താ പറയുക, ജസ്റ്റ് സ്റ്റാർട്ടിങ് പോയിന്റ് ആണ്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. ഇത് സ്റ്റാർട്ടിങ്ങിൻ്റെ ബോർഡ്, സ്പിറ്റ് ടു മാൻലി വാക്ക്. ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നുണ്ട്. എന്താ പറയുക, എവരിബഡി ചില്ലിങ്. ഈസ്റ്ററിന് സാറ്റർഡേ കാരണം മിക്ക 9 to 5 ആൾക്കാർക്കും വലിയ പണിക്കൊന്നും പോകുന്നുണ്ടാവില്ല, ഹോളിഡേ ആയിരിക്കും. അപ്പോൾ എവരിബഡീസ് എന്താ പറയുക ഇൻ എ വെരി ചിൽ റിലാക്സ്ഡ് മൂഡ് ടുഡേ. കുറച്ച് ഗ്രാവൽ റോഡ്സ് ആണ് സ്റ്റാർട്ടിങ്ങിൽ. സത്യം പറഞ്ഞാൽ ഞാനത് എക്സ്പെക്ട് ചെയ്തില്ല ഗ്രാവൽ റോഡ്സ്. ഞാൻ വിചാരിച്ചു ഇങ്ങനെ വെൽ പേവ്ഡ് റോഡ്സ് ആയിരിക്കും. ഞാൻ ഓൺലൈൻ വായിച്ചതൊക്കെ ചിലപ്പോൾ കുറച്ച് ദൂരം ഉണ്ടാവുള്ളായിരിക്കും. ടീച്ചർ എൻ്റെ ക്യാമറ ഒക്കെ തങ്ങി പിടിച്ച് വരുന്നുണ്ട്. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ആക്ച്വലി നോർമൽ വാക്കിംഗ് പാത്തായിരിക്കും വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷെ ഇതിപ്പോൾ സാധാരണ ട്രക്കാണ് പോലെ ഉണ്ട്. പക്ഷെ നല്ല രസമുണ്ട്. വഴി ഫുൾ കാടാണ്. കാടിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കണം പോലുണ്ട്. ഇത് ഇവിടെ നിന്നുള്ള വ്യൂ ആണ്. നേരത്തെ കാണിച്ചു തന്നില്ലേ, ആ റിവർ സൈഡ് എന്ന് പറഞ്ഞില്ലേ, റിവർ സൈഡ് പോലെ വ്യൂ ആണ്. ഇത് ഞങ്ങൾ ആ വഴി കഴിഞ്ഞ് വന്നു. ഞങ്ങളൊരു ഇടണോ 1/2 kilometer അതിൻ്റെ ഒന്ന് നടക്കണം, മേ ബി ഇനിയുണ്ട് കുറേ നടക്കാൻ. ഇവിടുത്തെ മോർണിംഗ് ആക്ടിവിറ്റീസിൽ പെട്ട പരിപാടിയാണ് റോയിങ്. കനൂസാന്ന് തോന്നുന്നുണ്ട്. രാവിലെ ആകുമ്പോൾ ഇറങ്ങി വരും, റോ ചെയ്യും, വീട്ടിൽ പോവും, എൻജോയ്. നേരത്തെ കാണിച്ച കനൂസൊക്കെ ഇവരുടെയൊക്കെ ആണെന്നാണ് തോന്നുന്നത്. ഈ വീടുകൾക്കൊക്കെ എന്താ പറയുക $2-3 million വിലയുണ്ടാവും. ഈ റിവർ സൈഡ് ബീച്ച് സൈഡ് ആയ കാരണം ഭയങ്കര എന്താ പറയുക ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും ഈ വീടുകളൊക്കെ. ഈ ബേ അത്യാവശ്യം എന്താ പൊല്യൂഷൻ ഫ്രീ ആണെന്ന് തോന്നുന്നുണ്ട്. ഇത്രയും ബോട്ടുകളുണ്ടായിട്ടും കുറേ കിളിയും ചെടികളൊക്കെ കാണുന്നുണ്ട്. കിളികളെ കാണുമ്പോൾ സാധാരണ പൊല്യൂഷൻ ഫ്രീ ആണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാറുണ്ട്. എന്താ പറയുക, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ വാക്ക് ചെയ്യണ സ്ഥലമേ മാറി, കാട്ടിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ബേയുടെ സൈഡിൽ കൂടെ നടക്കുന്നത്. അതേ പട്ടിനെ കുളിപ്പിക്കുന്നത്, പട്ടി നീന്തുന്നുണ്ട് അവിടെ, പട്ടി ചില്ലിങ്. ദേ ഇവിടെ ആൾക്കാർ നീന്തുന്നുണ്ട്, മീൻ പിടിക്കുന്നുണ്ട്, നീന്തുന്നുണ്ട്. കുറേ മോർണിംഗ് ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അങ്ങോട്ടുള്ള വഴി മാറി ഇപ്പോൾ അതേ ബീച്ചിൽ കൂടെ ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം വഴി. വേണ്ട, ഇനി കുറച്ച് നേരം ബീച്ചിൽ കൂടെ നടക്കണം. വളരെ വെറൈറ്റി ആയൊരു സംഭവമാണ് ഇതുവരെ. ഞങ്ങൾ കാട്ടിൽ കൂടെ പോയി, ബീച്ചിൽ കൂടെ പോയി, എന്താ പറയുക, അങ്ങോട്ട് എത്തണം എന്ന് തോന്നുന്നുണ്ട്. നോക്കട്ടെ കേട്ടോ. നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന്. ഇതിൻ്റെ വെള്ളം അടിച്ച് കയറുന്നുണ്ട്. ഹായ് ഗൈസ്, എന്നെ കുറച്ച് നേരം കാണുന്നുണ്ടായില്ല. ബിക്കോസ് എനിക്ക് വലുതായിട്ട് തന്നെ ഒരു ഡോഗ് ഫോബിയ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വന്നിരുന്ന കാട്ടിൽ കൂടെ വന്നപ്പോൾ കുറേ പേര് പട്ടികളെ ലീസ് ചെയ്യാണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ അത് കണ്ടപ്പോൾ കുറച്ച് നേരം സ്റ്റക്ക് ചെയ്താ. ഇപ്പം ഞങ്ങളിവിടെ എത്തി. കാരണം ഇതിൽ കൂടെ വേണമെങ്കിൽ ബാക്കിയുള്ള ഡിസ്റ്റൻസ് നടക്കാൻ തോന്നുന്നു. അപ്പം അത്രേ ഉള്ളൂ.
ഞങ്ങൾ ഇതിൻ്റെ ഓൺ ദ വേ ആണ്. ഓൺ ദ വേ വഴികളും സാധനങ്ങളും എന്താ പറയുക ടൈപ്പ് ഓഫ് പാത്ത് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അത് കണ്ട ഇപ്പോൾ വുഡൻ വാക്ക് വേ നമ്മളിങ്ങനെ കോസ്റ്റ് ലൈൻ ഹഗ് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക കോസ്റ്റ് ലൈൻ്റെ സൈഡിൽ കൂടെ ഉള്ള കുറേ സബേർബ്സ് ഇങ്ങനെ കട്ട് ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞങ്ങളൊരു ഐ തിങ്ക് ഒരു 1 hour ആയിട്ടുണ്ടാവും ഹൈക്ക് ചെയ്യാൻ. ഒരു 3 kilometer ആയിട്ടുണ്ടാവും വിചാരിക്കണം മൊത്തം. ഇത് വ്യൂ ആണ്, ഇവിടെ നിന്നുള്ള വ്യൂ ആണ്. ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. ഇത് 2 വഴിക്ക് ചെയ്യാം. സ്പിറ്റും മാൻലിയിട്ട് സ്പിറ്റും ചെയ്യാം. കുറേ പേര് ഇവിടെ നിന്ന് ഇങ്ങനെ എന്തോ കോമ്പറ്റീഷനാണോ കുറേ പേര് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. കോമ്പറ്റീഷൻ ആണോ പ്രാക്ടീസ് ആണോ എന്താണെന്നറിയില്ല. കുറേ പേര് ഇങ്ങനെ എന്താ പറയുക ഇത് വെച്ച് നീന്തുന്നുണ്ട്. അതൊന്നും എക്സസൈസിൻ്റെ ഭാഗമായിട്ട് ചെയ്യണമെന്നോ അറിയില്ല. കുറേ പേരുണ്ട് എന്തായാലും. ഹായ് ഗൈസ്, ഇപ്പം ഞങ്ങൾ ഹാഫ് എത്തിണ്ടാവും. ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടിട്ട് ശരിക്കും എനിക്ക് തായ്ലൻഡ് വന്ന ഓർമ്മ വന്നു. കാരണം അത്ര നല്ല ഭംഗിയുണ്ട് അവിടുത്തെ. നമ്മുടെ ആ ഒരു വൈബിളുള്ള ഒരു സ്ഥലത്താണ് ഇപ്പൊ ഞങ്ങളുടെ വ്യൂ ആയിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം. കണ്ടാ, റിയലി പ്രിറ്റി. ഇതാണ് ഞങ്ങളുടെ ഇനിയുള്ള പാത്ത്. ഇതാണ് ഞങ്ങളുടെ വ്യൂ. And this is ഈ ഒരു ഫ്രൂട്ട് എനിക്ക് അറിയില്ല എന്താണ്, കുറെ ആയി കാണുന്നു വഴിയില്. ഇടണോ പക്ഷെ ചില മരങ്ങളിൽ നിന്ന് വീഴണമെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങളിവിടെ ഇതിൽ കൂടെ വന്നപ്പോൾ കൊന്ന പോലത്തൊരു മരം, കൊന്നല്ലാന്ന് തിരിച്ചു പറയുന്നുണ്ട്. അപ്പോൾ കൊന്നയാവില്ല. എന്നാലും ഇത് കണ്ടപ്പോൾ ഞാൻ വെറുതെ എടുത്തതാണ്. നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ കാണുന്ന വ്യൂസ് ഇതാണ്. ഞാനിപ്പോൾ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ ഇവിടെ ഇരുന്നേക്കാണ്. ഇവിടെ ഒരു സ്റ്റെപ്പ് പോകാൻ. നമ്മളിപ്പോൾ ഹാഫ് വേ കഴിഞ്ഞില്ലേ? ഹാഫ് വേ കഴിഞ്ഞു എന്നാണ് പറയണേ. ഇതിൻ്റെ ബാക്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ബാക്കിൽ. ഇപ്പോൾ ഇത് ഇവിടുത്തെ അബോറിജിനൽസ് വരച്ചിട്ടുള്ള കാർവിങ് ആണെന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ ഇങ്ങനെ ഇവിടെ എഴുതിയിട്ടുണ്ട് കുറേ അബോറിജിനൽ കാർവിങ്സ് ഉണ്ടെന്നൊക്കെ. അപ്പോൾ ഇത് അബോറിജിനൽസ് വരച്ചാന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ്. ഞങ്ങളിപ്പോൾ കുറേ പോന്നു. ഞങ്ങളുടെ ഇവിടുത്തെ ബുഷ് ലാൻഡൊക്കെ മാറി, ഫോറസ്റ്റ് മാറി, ചെറിയ ഷോർട്ട് ബ്രഷ് ആയിട്ടുണ്ട്. എന്താ പറയുക, വളരെ വെറൈറ്റി ആയൊരു വാക്കാണ് കേട്ടോ ഇതുവരെ. കുറേ ടൈപ്പ് ഫ്ലോറയിൽ കൂടെ പോയി, കുറേ എന്താ പറയുക, കുറേ വെറൈറ്റി ബയോസ്പീഷീസിനെ കണ്ടു. നല്ല രസമുണ്ട്. നൈസ്. നമ്മളിപ്പോൾ ഇത്രയും മേലേക്ക് കയറി വന്നു. ഇനി ഐ തിങ്ക് അറൗണ്ട് ഒരു 4-5 kilometers കൂടെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഐ തിങ്ക് നമ്മൾ ഇതുവരെ പോയാൽ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ഉള്ള ട്രക്കിംഗ് ഇതാണ്. എക്സെപ്റ്റ് ഡോഗ് പാർട്ട്, എവറിത്തിങ് ഇസ് ഗോയിങ് ഫൈൻ. ലൈക്ക് ഇറ്റ്സ് റിയലി നൈസ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സിഡ്നി സിറ്റിയിലെ സ്കൈ ലൈൻ കാണാം. അതെ, അത് ബറങ്കറു ആണ്. ബറങ്കറു സിറ്റി ആ കാണുന്ന ഒരു പിൻ പോലത്തെ സാധനം കണ്ടോ, അത് ഐ തിങ്ക് സിഡ്നിയിലത്തെ ടോളസ്റ്റ് ബിൽഡിംഗ് ആയിരുന്നു. സിഡ്നിയിലത്താണോ ഓസ്ട്രേലിയയിലത്താണോ എന്നറിയില്ല അറ്റ് വൺ ടൈം. പിന്നെ അതിപ്പോൾ കടത്തി വെട്ടിയിട്ടുണ്ട് ബറങ്കറുകളൊക്കെ. അപ്പോൾ ഇതേ കണ്ട, ഇവിടെ നിന്നെല്ലാം കാണാം, ഫുൾ സിഡ്നി സിറ്റി കാണാം. ഞങ്ങളിങ്ങനെ വരുമ്പോൾ അടിയിൽ നിന്ന് വന്ന് ഇപ്പം നല്ല നല്ല വ്യൂസായി തുടങ്ങി. വ്യൂസൊക്കെ കിഡിലും വ്യൂസായി തുടങ്ങി. ഇത്രയും ഹൈറ്റിൽ കയറി. എന്താ പറയുക, ഞങ്ങൾ ഏകദേശം ആ ബീച്ച് കണ്ടോ, ആ ഭാഗത്തു നിന്നൊക്കെ ആയിരിക്കും ഞങ്ങൾ നടന്ന് വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇപ്പം നിന്നപ്പോൾ ഇവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്ത്രീ പറയാണ്, ഇപ്പം കാണുന്ന വീടുകളില്ലേ, അത് ഫിഷർമെൻ ഷാക്സ് ആണ്.
അത് 1920s ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായിരുന്നു ഇവിടെ. അതായത് ഒരു 2008 ഉണ്ടായിരുന്ന പോലത്തെ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസിൻ്റെ അത്രയും തന്നെ ഉണ്ടായിരുന്നു 1920s ഉണ്ടായിരുന്നു. അതിന് മേലെയായിരുന്നു. ആൾക്കാർ ഉടുക്കാനും ഉണ്ണാനൊന്നും ഇല്ലാത്ത സമയത്ത് അവരുടെ വന്നിട്ട് കുടി കെട്ടി താമസിച്ചിരുന്നു അത്ര മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളിപ്പോൾ കുറേ പേരോട് സംസാരിച്ചു. അപ്പോൾ അവരൊക്കെ പറയണത് ഇനി റഫ്ലി 1 hour മാനിലേക്കുള്ളതെന്നാണ്. അപ്പോൾ ഇത് പിന്നെ മാറി തുടങ്ങി. ഇപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് നേരം സ്റ്റീലിൻ്റെ ഫ്ലോർ ബോർഡൊക്കെ ഉള്ള പാത്ത് വേ ആയിരുന്നു. ഇവ പിന്നെ ഡേർട്ട് പാത്ത് വേ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇങ്ങനെ പോകണത്. ചുറ്റുവിൻ്റെ നല്ല അടിപൊളി ഫ്രെയിമിംഗ് ആണ്. ഫസ്റ്റ് എന്താ പറയുക, ഇനി 1 hour ഉണ്ടെന്നാണ് പറയണേ. ഇടക്കിടക്ക് നിർത്തും. ഇത് വേറൊരു വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് അടുത്തത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. വെരി പ്രിറ്റി. ഇപ്പൊ ഇതേപോലത്തെ ഒരു സ്ഥലത്തേക്ക് കൂടെ നമ്മൾ നടക്കുന്നത്. ഇപ്പൊ കുറച്ചും കൂടെ സിമ്പിളായിട്ട് നടക്കാൻ പറ്റുന്ന പോലത്തെ ഒരു പാത്താണ്. നേരത്തെ പോലെ കല്ലുമുള്ളൊന്നുമല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ വാക്കിൽ പോകാൻ വേണ്ടിയിട്ട്. എന്താ പറയുക, ഫുൾ ബ്രെയിനിൽ മറ്റേ ഹാപ്പിനെസ് കെമിക്കൽസ് അടിച്ചു കയറി വരുവാണ് രാവിലെ തന്നെ. ഇങ്ങനെ വലിയ ലോങ് വാക്ക്, എസ്പെഷ്യലി 10 kilometers ഒന്നും ഞാൻ ചെയ്യാറേ ഇല്ല. വളരെ കുറവാണ് 10 kilometers ഒക്കെ. ലാസ്റ്റ് ചെയ്തത് ഓർമ്മയില്ല. മേ ബി എംപ്രസ് ഫോൾസ് പറഞ്ഞാലായിരിക്കും ലാസ്റ്റ് ചെയ്തത് കുറച്ചാൾ മുമ്പ്. ചുറ്റുമായിട്ടുള്ളത് ഇതിപ്പോൾ ഞങ്ങൾ ഇറങ്ങി തുടങ്ങി കേട്ടോ. ഐ തിങ്ക് ഞങ്ങൾ ഹൈറ്റിലെത്തിയിട്ട് തിരിച്ചതിപ്പോൾ മാനിലേക്കുള്ള ഇറക്കമായിരിക്കണം. അപ്പോൾ ഞങ്ങളിത് ഇറങ്ങി തുടങ്ങി. ഇറങ്ങുമ്പോഴും നല്ല വ്യൂസാണ്. ലൈക്ക് നല്ല ബ്ലൂ ക്ലിയർ സീസാണ് ഇവിടെ ഉള്ളത്. ഇറ്റ്സ് വെരി പ്രിറ്റി. ഫെറിയാണ് അപ്പോൾ കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലത്തെ കൊച്ചി വാട്ടർ മെട്രോ ഇല്ലേ, അതിൻ്റെ ഇക്വലൻ്റ്. ഫുള്ള് ഇറക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടോടത്തോളം. ഇതെങ്ങനെ ഇറങ്ങിയപ്പോൾ നല്ല ഭംഗിയാണ്. അറിയില്ല നിങ്ങൾക്ക് സെയിം വ്യൂ കണ്ട് ബോറടിക്കണ്ടോന്ന്. പക്ഷെ നമ്മുടെ പാത്ത് ഡിഫറെൻ്റ് ആയതുകൊണ്ടും നമ്മുടെ ഫുൾ വൈബ്സ് ഓരോരോ 10-15 minutes ആ വാക്കിംഗ് പാത്ത് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുക. അപ്പം അത് കാരണം ഇറ്റ്സ് റിയലി നൈസ് അല്ലേ. ഒരു എവറി ഹാഫ് ആൻ അവർ വ്യൂ മാറുന്നുണ്ട് അല്ലേ. റഫ്ലി കുറച്ച് എന്താ പറയുക, റിവർ ബെഡ്, കുറച്ച് റിവർ ബോഡി, കുറച്ച് സീ, കുറച്ച് ഇങ്ങനെ ഹൈറ്റ് ഇങ്ങനെ റോക്സ് ആയി. നേരത്തെ പ്രോപ്പർ വാക്കിംഗ് ട്രാക്ക് ഉണ്ടായിരുന്നു. അതിന് മുന്നേ ഫുൾ ചെളി അങ്ങനെ ആയിരുന്നു. ഇത് ഞങ്ങൾ ഒരു അരണനെ കണ്ടതാണ് എറിനഴുക്കി. അരണന്ന് തോന്നുന്നു, സം ടൈപ്പ് ഓഫ് ലിസർഡ്. ഇതിപ്പോൾ നമ്മുടെ പാത്തിൻ്റെ സ്റ്റൈലേ മാറി, വേറെ സ്റ്റൈല് പാത്ത്. ഫുൾ അതന്നെ ആഫ്രിക്കൻ സഫാരി. അതന്നെ ഒരു അങ്ങനത്തെ ഒരു ആഫ്രിക്കൻ സഫാരി വൈബ്സ്. കരിഞ്ഞ പോലെ ഉണ്ടെന്നാണ് മരങ്ങളൊക്കെ. അത് ചിലപ്പോഴേ ബാക്ക് ബേണിംഗ് ഒരു സംഭവം ഉണ്ട്. ബാക്ക് ബേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവർ പെർപ്പസ്ലി കത്തിക്കും ചില ഭാഗങ്ങൾ, മറ്റേ ഫോറസ്റ്റ് ഫയർസിന്റെ റിസ്ക് കുറയാൻ വേണ്ടിയിട്ട്. കൺട്രോൾഡ് ബേണിംഗ് ആണ്. അതിന്റെ ഭാഗമായിട്ട് അവർ കത്തിച്ചതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ല, ആദ്യം ഞാൻ കണ്ടപ്പോൾ ഞാനൊന്ന് പേടിച്ചു, പാമ്പാന്ന് വെച്ചിട്ട്. പക്ഷെ പാമ്പല്ല, എന്തോ ടൈപ്പ് ഫംഗിയാണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം കഴിഞ്ഞു എന്നൊക്കെ വിചാരിച്ചിരുന്നത്. ഞങ്ങളിപ്പോൾ ഓപ്പോസിറ്റ് വരുന്നൊരു കുറച്ച് ആൾക്കാരോട് ചോദിച്ചു എന്താ സിറ്റുവേഷൻ എന്ന്. അപ്പോൾ അവർ പറയാണ് ഇനി 45-50 minutes ഉണ്ട് ഇത്ര. അപ്പോൾ 45-50 minutes ഞങ്ങളിപ്പോൾ എത്താൻ നടന്നു. ഒരു 3 മണിക്കൂർ മേലെ നടന്നു. അത് വെച്ചോ 3 മണിക്കൂർ എടുത്തില്ലേ. ഐ തിങ്ക് അറൗണ്ട് 10:45 മറ്റു പോയി. അപ്പോൾ ഇത് നല്ല രസമുണ്ട്. ആ ഇപ്പം ഞങ്ങൾ ഒരു ഹാർബർ, ഞങ്ങൾ നടന്ന് ആ മറ്റേ സൈഡിലത്തെ അപ്പുറം എത്തി. സിഡ്നി ഹാർബർ നാഷണൽ പാർക്ക്, റീഫ് ബീച്ച് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങൾ ഇത് മാനിയുടെ ഭാഗം തോന്നുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇവിടുന്ന് ചുറ്റതേ ട്രാവലിങ്. നമ്മളിപ്പോൾ വീണ്ടും വേറൊരു പാത്തേക്ക് എത്തി. നമ്മളിപ്പോൾ ഇതുപോലത്തെ സ്റ്റോൺ ഇട്ട പാത്തേക്ക് കൂടെ വേണം അങ്ങോട്ട് എത്താനായിട്ട്. ഇവിടെ ഇങ്ങനെ സൂര്യപ്രകാശം നോക്കിയിട്ട് ഇങ്ങനെ മീനണ പോലുണ്ട് വെള്ളം. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ കല്ലുമ്മ നിറച്ച്
നമ്മുടെ ഈ സീഷെൽസ് പോലത്തെ സാധനങ്ങൾ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ രണ്ട് കാക്കറ്റയിലുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് പേരെ ഇങ്ങനെ നോക്കണ കണ്ടപ്പോൾ എന്താണാവോ എന്ന് നോക്കിയതാണ്. സംഭവം കോക്കറ്റെയിൽസ് ആണ്. കോക്കറ്റെയിൽസ് ഞങ്ങളിങ്ങനെ വെറുതെ കണ്ടപ്പോൾ നോക്കിയത് എന്താണാവുക. അപ്പോൾ നോക്കിയപ്പോൾ സംഭവം കോക്കറ്റെയിൽസ് ആണ്. ഇത് ഇവിടെ എനിക്ക് തോന്നുന്നു കുറേ ഉണ്ട്. ലൈക്ക് ഓസ്ട്രേലിയ മൊത്തം കോക്കറ്റെയിൽസ് ഉണ്ട്. കോക്കറ്റെയിൽസ് മാത്രമല്ല, ഇങ്ങനെ പല ടൈപ്പ് തത്തമ്മകൾ ഉണ്ടാവും ഇഷ്ടം പോലെ. ഞങ്ങളിപ്പോൾ വഴി തെറ്റിന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറയാണ് ഇനിയും 6 കിലോമീറ്റർ ഉണ്ടെന്ന്. ഇനി 6 കിലോമീറ്റർ നടന്ന് തന്നെ ആംബുലൻസിൽ കൊണ്ടുപോകേണ്ടി വരും. വെരി സാഡ്. ഞങ്ങൾ ഓൾമോസ്റ്റ് എത്താറായി. ദേ ഫെറിയാണ് ആ കാണുന്നത്. അപ്പം ഞങ്ങൾ എത്താൻ നോക്കുന്നത് ആ ഫെറിയുടെ സ്റ്റോപ്പിലേക്കാണ്. ബേസിക്കലി നമ്മൾ മാൻലി എത്തി. ഇനിയിപ്പോൾ ഫെറിയിലേക്കുള്ള വണ്ടി മാൻലി ബീച്ചാണ് ആ കാണുന്നത് മാൻലി ബീച്ചാണ്. ഫെറിയുടെ ആണ് ആ കാണുന്നത്. നമ്മൾ മാൻലി എത്തി. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി എന്ന് തന്നെ പറയാം നമ്മുടെ ട്രിപ്പ്. ഞങ്ങൾ ബേസിക്കലി ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തി. എൻഡ് പോയിന്റിലെത്തി. ഒരു വിക്ടർ അടിച്ചു. യെസ്. അപ്പോൾ വിൽ സീ യു ഓൺ ദ അതർ സൈഡ്. ബൈ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ബേസിക്കലി മാൻലി ബീച്ച് ഇതിൻ്റെ ഫൈനൽ പോയിന്റ് എന്ന് പറയാവുന്ന സ്ഥലത്തേക്ക് എത്തിയേക്കാണ്. അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള വാക്ക് തന്നെയായിരുന്നു. 10 Ks എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഉണ്ട്. ഐ ഡോണ്ട് തിങ്ക് ഞാൻ ഇത്ര നടന്നിട്ടുണ്ട് 10 Ks. പക്ഷേ ഇതധികം ഉണ്ടായിരുന്നില്ല. അതായത് സ്റ്റെപ്സൊക്കെ കുറവായിരുന്നു. ഇല്ലായിരുന്നല്ല, കുറവായിരുന്നു. അത് എനിക്ക് തോന്നുന്നു കൂടുതലും വാട്ടർഫോൾസ് ഒക്കെ ഉണ്ടാകുമ്പോൾ സ്റ്റെപ്സ് ഉണ്ടാവുക. ഇത് കൂടുതലും ഇങ്ങനെ ക്ലിഫ് വ്യൂസ്, സീനിക് വ്യൂസ് ഒക്കെ ആയിരുന്നു. ചേച്ചി, ഹൗ മച്ച് വുഡ് യു റേറ്റ് ദിസ്? 8 out of 10. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. കുറച്ചപ്പോൾ നടന്ന് മടുക്കാറായി. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ വെയിലായി, അതിൻ്റെ ഇഷ്യൂസ്. അപ്പോൾ പിന്നെ ഈ ട്രെക്കിന്റെ സ്പെഷ്യാലിറ്റി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നേരത്തെ കണ്ടുണ്ടാവുന്ന പോലെ ലൈക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എല്ലാ ടൈപ്പ് ലാൻഡ്സ്കേപ്പിൽ കൂടെ ഞങ്ങൾ പോയി. ഫോറസ്റ്റ്, ബുഷ്, മൗണ്ടൻസ്. ഇറ്റ് വാസ് വെരി നൈസ് ഫ്രം ദാറ്റ് പെർസ്പെക്റ്റീവ്. അപ്പോൾ ഇറ്റ്സ് വെരി നൈസ് വൺ. എന്താ പറയുക, ഈസിലി ആക്സസിബിൾ ആണ് മാൻലിന്ന്. ഇനിയിപ്പോൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും കുടിച്ച് തിരിച്ച് ഞങ്ങളുടെ വണ്ടിയുടെ അടുത്തേക്ക് പോകും. അവിടേക്ക് ഒരു ഊബർ വിളിച്ച് പോകാൻ തൽക്കാലം പ്ലാൻ. ഫെറി ഉണ്ടെങ്കിൽ ഫെറിയിൽ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ട് ഫെറി ആക്സസ് ഒന്നും കാണുന്നില്ല. അപ്പോൾ അതാണ് കറണ്ട് പ്ലാൻ. ഓക്കെ, ബൈ. സബ്സ്ക്രൈബ്.